is my percentage? Hey guys, welcome back to yet another video. പുറത്ത് നല്ലൊരു മഴ പെയ്ത് തോന്നുന്നൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചൂട് ചായ ഇട്ടുകൊണ്ട് വെച്ചിട്ട് കുടിക്കണം. ആഹാ, അന്തസ്സും. ഒരുപാട് നാൾ കൂടി കേട്ടോ ഞാനൊരു വീഡിയോ ഇടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമായിട്ടുണ്ടാവും. എൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയത്. അപ്പം ഇതാണിപ്പോൾ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. ഈ ടേബിളൊന്ന് മേക്ക് ഓവർ ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വേറൊന്നുമല്ല, ഞാനൊരു ടോണർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. DIY ടോണറാണ്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഒരു അടിപൊളി വഴിയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, സിമ്പിളാണ് കേട്ടോ. പറ്റുമെങ്കിൽ ടോണറിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇപ്പം നമ്മളെ കുഞ്ഞിൻ്റെ സിറ്റുവേഷനും കൂടെ ഒക്കെ നോക്കിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പറ്റത്തൊന്നുമില്ല കേട്ടോ. എന്നത്തെയും പോലെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് നമ്മളെ പ്ലാനർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്ലാനർ എന്നും ഞാൻ എഴുതുമെന്ന് വെച്ചാൽ എന്നും എഴുതത്തില്ല, സമയം കിട്ടാറില്ല. പക്ഷേ ദിവസം ഒരു പ്രൊഡക്റ്റീവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്ലാനർ കൂടിയേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഒത്തിരി നാളത്തേക്ക് ശേഷം ഒരു വീഡിയോ എടുക്കണം. അത് ഞാനത് എഴുതുന്നുണ്ട് കേട്ടോ, ടു ഡു ലിസ്റ്റിൽ. പിന്നെ ഇപ്പം എൻ്റെ ഒരു പ്ലാനറിൽ നമ്മളെ മോളുടെ ഒരു ഇതും കൂടി ഉൾപ്പെടുത്തിനകത്ത്. കാര്യം അവളെ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണമല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ ഇപ്പം. അപ്പോൾ അവളെ കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പം ഞാൻ പ്ലാനർ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് എൻ്റെ ടു ഡു ലിസ്റ്റ് കാണും, ചെയ്യാനുള്ളത് കാണും. പിന്നെ ഇതിനകത്ത് നാളത്തേക്കുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ എഴുതി വയ്ക്കും കേട്ടോ. പിന്നെ എൻ്റെ ഗോൾസ് എഴുതി വയ്ക്കും. പിന്നെ എൻ്റെ നോട്ട്സ്, ഇതെല്ലാം കൂടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലാനറാണ് ഞാൻ തയ്യാറാക്കുക കേട്ടോ. പിന്നെ ഈ പ്ലാനർ കൊണ്ട് എല്ലാം ഇത് നടക്കുമെന്ന് വെച്ചാൽ എല്ലാം ഒന്നും നടക്കത്തില്ല. എന്നാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ ഈ പ്ലാനർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരെയും പോലെ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ ഒരു പതിവായിട്ട് വന്നേക്കും കേട്ടോ ന്യൂസിട്ട് അർജുൻ്റെ കാര്യം എന്തായി എന്നുള്ളത്. ഇപ്പം എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതായിരിക്കും സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വരച്ചൊരു ഇമേജാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇന്നത്തെ മെയിൻ കലാപരിപാടിയിലേക്ക് നോക്കാം. ഇപ്പം നമ്മളെ ടേബിളിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇപ്പം കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ്, എൻ്റെ സാധനങ്ങളെല്ലാം ഇതിനകത്താണ്. അപ്പോൾ ഇതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഓർഗനൈസറെല്ലാം ഞാൻ ഈ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഞാനൊരു 4 ഓർഗനൈസർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ സൈറ്റിലെല്ലാം കിട്ടും കുഞ്ഞു ഓർഗനൈസർ. ഒരുപാട് പൈസയൊന്നും ആയില്ല. പക്ഷെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ടേബിളിൻ്റെ എല്ലാ സാധനങ്ങളും ഒന്ന് ക്ലിയർ ഓഫ് ചെയ്യണം കേട്ടോ. എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ചെയ്യാമെന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം എല്ലാം ഒന്നൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഓരോരോ പോർഷനായിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഓർഗനൈസറും അവിടെ കൊണ്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല ഈ എണീക്കുന്ന ടൈം നോക്കി വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇതൊക്കെ പറ്റത്തുള്ളേ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ആലുകുലത്തെ സാധനങ്ങൾ കുറച്ച് ഓരോന്നോരോന്നായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓർഗനൈസറിൽ ഇതുപോലെ നമുക്ക് എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. രണ്ടാമതിനകത്ത് കുഞ്ഞിൻ്റെ മെഡിസിൻ, അവളെ ഡ്രോപ്സ്, പിന്നെ അവളെ ആസ്പിറേറ്റർ, അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത മൂന്നാമത്തെ ഓർഗനൈസറിൽ അവളെ ക്രീം, ലോഷൻസ്, റാഷ് ക്രീം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ ഫൈനലി ആയിട്ടൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിലാണ് ഡയപ്പർ ഞാൻ വയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഡയപ്പർ വയ്ക്കുകയാണെങ്കിൽ എത്ര ഉണ്ട് ഇനി, മാത്രമല്ല എടുക്കുമ്പോൾ തീരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. ഇതിൽ ഇത് ഫീഡിങ് ഫോർമുല ഇതിനകത്താണ് ഞാൻ എടുക്കുന്നത്. ഇതിനകത്ത് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അത് വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഫീഡിങ് ഫോർമുല. പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ എപ്പോഴും ഈ ടേബിളിൻ്റെ പുറത്തിട്ടേക്കും, ചൂടുവെള്ളം കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊരു പേപ്പർ എപ്പോഴും അവിടെ ആവശ്യമാണ് കേട്ടോ. അതിനുശേഷം വൈപ്സ് ഉണ്ട്, അത് ഇതിൻ്റെ മുകളിലാണ് എപ്പോഴും വയ്ക്കാറ്. പിന്നെ ടിഷ്യൂ പേപ്പർ, ഈ ടിഷ്യൂ പേപ്പർ തീർന്നു കാലിയായിട്ടുണ്ട്. ഈ പുതിയ ബോക്സ് എടുക്കണം, ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് അടിച്ചൊരു ലാമ്പാണ്, അടിപൊളി സംഭവമാണ് കേട്ടോ. മേടിക്കാനുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, കോഡ് ഇട്ടേക്കാം കേട്ടോ. സൂപ്പർ സാധനമാണ്, വർത്താണ്, നമ്മൾ പൈസയ്ക്ക് വർത്താണ്. എനിക്ക് തോന്നുന്നു 200 സംതിങ്ങിനായിരുന്നു, 177 രൂപയ്ക്ക് എന്തോ എനിക്ക് കിട്ടി കേട്ടോ, ഓഫർ കിട്ടിയതാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ടേബിൾ മേക്ക് ഓവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
നമ്മളെ കൊറിയർ വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു സാധനം ഓർഡർ ചെയ്തതാണ് കേട്ടോ. ആദ്യം മീഷോയിൽ നിന്നായിരുന്നു മേടിച്ചത്. അത് പൊട്ട സാധനമായിട്ട് ഞാനത് കൊടുത്തു തിരിച്ച്. പിന്നെ അതിന് ശേഷം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. സംഭവം സൂപ്പർ സാധനമാണ്. പിന്നെ അത് ഓട്ടോമാറ്റിക് ലൈറ്റും ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കുക. സൂപ്പർ സാധനമാണ്, വർത്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നേരത്തെ തീർക്കേണ്ടി വന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.